बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी, अंबर जागा, धरती जागी, अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो
ഓം ശാന്തി. ഓം ശാന്തി. സർവരുടെയും ഇഷ്ടരായിത്തീരാൻ, സർവർക്കും പ്രിയപ്പെട്ടവരാകാൻ, ഇഷ്ടദേവ സ്വരൂപമാകാനുള്ള അഷ്ടധാരണകളുടെ സ്വരൂപമാകാം നമുക്ക് പ്രിയപ്പെട്ട ബാബയോടൊപ്പം, ബാബ്ദാദയോടൊപ്പം. ഒന്ന്, ബാബയെ പോലെ ദയാമനസ്കരാകണം. ബാബ എനിക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി കാണിച്ചു തന്നു. ശാന്തിധാം നിവാസിയായ ഞാൻ ശാന്തിയുടെ സാഗരനായ ബാബയുടെ കുട്ടിയാണ്. ബാബയോടൊപ്പം ഇരുന്ന് എനിക്ക് കിട്ടുന്ന ഈ ശാന്തതയുടെ ദിവ്യാനുഭൂതി ശാന്തിയുടെ ഈ മഹാസമുദ്രത്തിൻ്റെ ശാന്തിസാഗരനായ ബാബയുടെ പരിചയം, ശാന്തമഹാസമുദ്രത്തിൻ്റെ തിരിച്ചറിവ് വിശ്വത്തിലെ മക്കൾക്കെല്ലാം ലഭിക്കട്ടെ. പരംധാമത്തിൽ സർവാത്മാക്കളെയും ബാബയ്ക്ക് ചുറ്റും കാണും. എല്ലാവർക്കും ബാബയുടെയും വീടിൻ്റെയും പരിചയം ലഭിക്കുകയാണ്. മുക്തിധാമത്തിലേക്കുള്ള വഴി. ഒപ്പം ജീവൻ മുക്തിയുടെ മാർഗം, സുഖധാമത്തിലേക്കുള്ള, വൈകുണ്ഠത്തിലേക്കുള്ള ജീവൻ മുക്തിയുടെ സമ്പത്ത് ശിവബാബ ബ്രഹ്മബാബയിലൂടെ ബാബ്ദാദിയിലൂടെ നൽകുന്ന ഈ സ്വത്ത് സ്വർഗീയ സംസ്കാരം, സുഖവും ശാന്തിയും സമ്പത്തും ആരോഗ്യവും സർവാത്മാക്കൾക്ക് ലഭിക്കട്ടെ.
ബാബ എന്നോട് കാണിച്ച അതേ കരുണ, ദയാമനസ്കത എന്നിൽ നിന്നും ഈ മുഴുവൻ ലോകത്തിലേക്കും ഒഴുകുകയാണ്. മുഴുവൻ ദിവസവും ഞാനിന്ന് ഏതൊരാത്മാവിനെ പ്രതിയും മുക്തി, ജീവൻ മുക്തിക്കുള്ള സങ്കല്പം നൽകും. സുഖശാന്തിയുടെ ശുഭഭാവന സമർപ്പിക്കും. ഒരു കണ്ണിൽ ശാന്തിധാമവും മറുകണ്ണിൽ സുഖധാമവുമാണിപ്പോൾ. രണ്ടാമത്തെ വിശേഷത ബാബയിൽ നിന്ന് ആർജിക്കാം. ബാബയെ പോലെ സർവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകണം. ബാബ, മീഠേ ബാബ, ബാബയുടെ മധുരമായ ഓർമ്മ, ബാബയോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എൻ്റെ സർവ്വ ദുഃഖങ്ങളെയും സർവഭാരങ്ങളെയും ഇല്ലാതാക്കി ഈശ്വരീയ സുഖം അനുഭവിക്കുകയാണ് ഞാൻ. അതീന്ദ്രിയമായ ഈ സുഖം ഭഗവാന്റെ കൂട്ടുകെട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം ബാബയെ കൂട്ടുകാരനാക്കി ബാബയുടെ കയ്യിൽ കൈപിടിച്ച് സർവാത്മാക്കൾക്കും ഈ സുഖം ലഭിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും ബാബയുടെ ഒരു സെക്കൻഡിൻ്റെ ഓർമ്മയിൽ ദുഃഖമെല്ലാം ഒപ്പിയെടുത്ത് മനസ്സ്
ഈശ്വരീയ സുഖം കൊണ്ട് നിറയട്ടെ. ബാബയുടെ മടിത്തട്ടിൻ്റെ സുഖം എടുക്കുകയാണ് ആത്മാക്കളെല്ലാം. ഞാനും എൻ്റെ ബാബയെ പോലെ ഇന്ന് മുഴുവൻ സർവർക്കും സുഖമേ നൽകും. മനസ്സ വാച കർമ്മണ. സുഖം നൽകുന്ന ഇഷ്ടദേവനാണ് ഞാൻ, ഇഷ്ടദേവിയാണ്, ദൈവത്തിൻ്റെ കുട്ടി. ബാബയെ പോലെ സുഖദായി. മൂന്നാമത്തെ വിശേഷത പവിത്രതയുടെ സൂര്യ തേജസ്സിൽ പ്രശോഭിക്കുന്ന ബാബയെ പോലെ സങ്കല്പം, വാക്ക്, കർമ്മം പവിത്രമായ ദാതാവിൻ്റെ സ്വരൂപം, പവിത്രതയുടെ വ്യക്തിത്വമാണ് എൻ്റേത്. പരമേശ്വര കിരണങ്ങളാൽ ആത്മാവും ശരീരവും പൊതിയുകയാണ്. സമ്പൂർണ്ണ പാവനമാക്കുകയാണ് ഞാൻ. ബാബയുടെ ഈ കിരണങ്ങൾ സമസ്ത വിശ്വത്തെയും പൊതിഞ്ഞ് എല്ലാവരുടെയും ശരീരവും മനസ്സും ശുദ്ധീകരണത്തിന് വിധേയമാക്കുകയാണ്. നാലാമത്തെ വിശേഷത ബ്രഹ്മബാബയെ പോലെ ലളിത ജീവിതവും ശ്രേഷ്ഠകർമ്മവും. അവ്യക്ത ബാബ്ദാദ ബാബയുടെ സമീപത്തിരിക്കുമ്പോൾ ബ്രഹ്മബാബയുടെ ലളിതമായ ജീവിതം സിന്ധ്, ഹൈദരാബാദ് മുതൽ മധുബൻ തപോഭൂമിയിൽ വരെയുള്ള ബാബയുടെ 33 വർഷത്തെ യജ്ഞജീവിതത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ചരിത്രം മുഴുവൻ എനിക്ക് സ്മൃതി ഉണരുകയാണ്. ജീവിതം സിമ്പിളായിരുന്നുവെങ്കിലും ബാബ
എത്ര സാമ്പിൾ ലൈഫ് ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ചെയ്തത്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെയും ബാബയ്ക്ക് സമാനം എൻ്റെ ജീവിതത്തെയും ലളിതവും ശ്രേഷ്ഠവുമാക്കുകയാണ്. ബാബ് സമാൻ ധാരണ ഉറയ്ക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി വിശ്വത്തിലെല്ലാം പതിഞ്ഞ് മക്കൾക്കെല്ലാം ദൃഷ്ടിയിലൂടെ സൂചന കിട്ടുകയാണ്. ബാബയെ പോലെ ലളിതവും ശ്രേഷ്ഠതയുമുള്ള ജീവിതത്തിലേക്ക് ഉയരൂ. ശ്രേഷ്ഠാചാരികളായി മാറൂ. ശ്രേഷ്ഠാചാരി ലോകം രചിക്കൂ. ശ്രേഷ്ഠകർമ്മം ചെയ്യൂ. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ബ്രാഹ്മണരാകൂ. കുടുംബി ബ്രാഹ്മണരാകൂ. ബാബയുടെ മക്കളാകൂ. സർവർക്കും ഇഷ്ടരാകാൻ ബാബ എന്നെ സർവഗുണങ്ങളാലും അലങ്കരിക്കുകയാണ്. സർവഗുണങ്ങളുടെയും കടലായ ബാബയിൽ മുങ്ങിയിരിക്കൂ. ബാബയിൽ മുങ്ങിയിരിക്കുമ്പോൾ ഓരോ ഗുണങ്ങളാലും ബാബ എന്നെ ശൃംഗരിക്കുകയാണ്. മനസ്സ് ശാന്തമാക്കുകയാണ്. ബുദ്ധി ശക്തിശാലിയും സംസ്കാരം ദിവ്യമായി തീരുന്നു. ദൈവീക സംസ്കാരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു. കണ്ണുകൾ പവിത്രതയുടെ അലങ്കാരത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. വായിൽ നിന്ന് സ്നേഹപൂർണമായ വിനയം നിറഞ്ഞ വാക്കുകൾ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശം, ചുണ്ടുകളിൽ പുഞ്ചിരി. സർവകർമ്മേന്ദ്രിയങ്ങളും
ഗുണങ്ങളാൽ അലങ്കൃതമാക്കുകയാണ്. ഹൃദയം നിറഞ്ഞ സന്തോഷം, ചിത്തവൃത്തികളിൽ ശുഭഭാവനയും ശുഭകാമനയും കൊണ്ട് നിറയുന്നു. സർവാലങ്കൃത വിഭൂഷണയായ ദേവനെപ്പോലെ ദേവിയെപ്പോലെ സർവഗുണങ്ങളാലും അലങ്കരിക്കുകയാണ് എൻ്റെ ബാബ. ഗുണങ്ങളാണ് സർവർക്കും പ്രിയപ്പെട്ടവരാക്കുന്നത്. എൻ്റെ ഓരോ കർമ്മത്തിലും ദിവ്യഗുണങ്ങളുടെ സാന്നിധ്യം സർവർക്കും പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ലോകപ്രിയനാകും ഞാൻ ഗുണങ്ങളിലൂടെ. ആറാമത്തേത് കമലപുഷ്പസമാനസ്ഥിതി. ന്യര പ്യര. ബാബ ബാബയെപ്പോലെ സർവരുടെയും സ്നേഹിയും സർവരിൽ നിന്ന് നിർമോഹിയുമാകാനുള്ള സന്തുലനത്തിൻ്റെ കല എന്നിൽ നിറയുകയാണ്. വിദേഹിയായതുകൊണ്ടാണ് ബാബയ്ക്ക് ഈ സന്തുലനം പാലിക്കാൻ കഴിയുന്നത്. ഞാനും ബാബയ്ക്ക് സമാനം വിദേഹിയായി അശരീരിയായി സർവർക്കും പ്രിയപ്പെട്ടവരും എന്നാൽ സർവരിൽ നിന്ന് നിർമോഹിയുമാകും. സ്നേഹക്കടലായ ബാബയിൽ മുങ്ങി കടലോളം സ്നേഹം നിറഞ്ഞ മനസ്സോടെ വേറിട്ടിരുന്നുകൊണ്ടും സർവർക്കും പ്രിയപ്പെട്ടവരാക്കാനുള്ള ശക്തി എന്നിൽ നിറയുകയാണ്. ആരിലും ഒട്ടാതെ എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് കഴിയും. ആരിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് കഴിയും. ദാതാവിൻ്റെ കുട്ടിയാണ് ഞാൻ. എടുക്കുന്നത് എൻ്റെ ബാബയിൽ നിന്ന് മാത്രമായിരിക്കും.
ഏഴാമത്തെ ധാരണ. ബ്രഹ്മബാബയെ പോലെ അചഞ്ചലവും ദൃഢവും ഏകരസവുമാകണം. ബാപ്ദാദയുടെ മുന്നിലിരിക്കൂ. ബ്രഹ്മബാബയുടെ അത്ഭുതകരമായ വ്യക്തിത്വത്തെ സ്മരിക്കൂ. വിശ്വമംഗള മഹായജ്ഞത്തിൽ എന്തെല്ലാം വിപരീത പരിതസ്ഥിതികളിലൂടെ കടന്നുപോയ എൻ്റെ ബാബ, പക്ഷേ ബാബയുടെ അചഞ്ചലമായ ഏകരസമായ സ്ഥിതി ഒരു ബാബ മേലെ ശിവബാബയിലുള്ള ഉറച്ച നിശ്ചയം, ഡ്രാമയിലുള്ള സമ്പൂർണമായ വിവേകം, സാക്ഷിഭാവം ബാബയെ ഏകരസസ്ഥിതിയിലേക്ക് ഉയർത്തി. ബാബയും ഡ്രാമയും. എൻ്റെ റൈറ്റ് സൈഡിൽ ബാബയാണ്. ബാബ എന്ന സ്മൃതി എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനും ശക്തി പകരാനും സഹായിക്കും. എൻ്റെ കരുത്തി ബിന്ദുവിലാണ്. ആടാതുലയാതിരിക്കാൻ സഹായിക്കുന്നത് ഡ്രാമയാണ്. ഡ്രാമയാണ് എൻ്റെ സപ്പോർട്ട്. ഡ്രാമയുടെ ജ്ഞാനം നൽകുന്ന വിവേകം സാക്ഷിഭാവത്തിലേക്ക് ഉയർത്തുകയാണ്. ബ്രഹ്മബാബയെ പോലെ ശിവബാബയെ സാധ്യയാക്കി ഡ്രാമയെ സാക്ഷിഭാവത്തിലേക്ക് നയിക്കാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് സർവർക്കും ഇഷ്ടനായിത്തീരും. എട്ടാമത്തേത് സർവർക്കും പ്രിയപ്പെട്ടവരാക്കുന്ന, ഇഷ്ടരാക്കുന്ന എട്ടാമത്തെ ധാരണയാണ് സദാ വരദാനി സ്വരൂപമാകണം. ബാബ സദാ വരദാതാവാണ്. ബാബയുടെ അരികിലിരുന്ന് വരദാനങ്ങളാൽ സഞ്ചി നിറയ്ക്കൂ. ഇന്നത്തേക്ക് വേണ്ടുന്ന എല്ലാ വരദാനവും എടുക്കും. ബാബയുടെ വരദാനി ഹസ്തങ്ങൾ ശിരസിൽ വരദാനങ്ങളുടെ കുടക്കയിലാണ്. വരദാനങ്ങൾ
അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. മുഴുവൻ ദിവസത്തിൽ എവിടെ പോകണോ, എന്ത് ചെയ്യണോ എല്ലാം വരദാനമായി ഇപ്പോൾ തന്നെ ബാബയിൽ നിന്ന് എടുക്കൂ. ഫുൾ ഡേ ചെയ്യാനുള്ള എല്ലാ കാര്യവും ബാബയ്ക്ക് സമർപ്പിച്ച് വരം നേടൂ. बाबा, मीठे बाबा, ബാബ സർവർക്കും സദാ വരമരുളുന്നത് പോലെ സങ്കല്പവും വാക്കും കർമ്മവും കൊണ്ട് മുഴുവൻ ദിവസവും ഞാൻ എല്ലാവർക്കും വരമേ നൽകും. സമർത്ഥ സങ്കല്പങ്ങളെ രചിക്കൂ, വരദാനി വാക്കുകളെ പറയൂ. സർവർക്കും സുഖം നൽകുന്ന കർമ്മങ്ങളെ ചെയ്യൂ. ബാബയ്ക്ക് സമാനം മാസ്റ്റർ വരദാതാവായിരിക്കും. ബാബ ഈ 8 ധാരണകളിലൂടെ ബാബയെപ്പോലെ സർവർക്കും ഇഷ്ടരായി, ഇഷ്ടരാണ് അഷ്ടരത്നത്തിലും വരിക. ഇത് ബാബയുടെയും വരദാനമാണ്. ലോകപ്രിയരെ പ്രഭുപ്രിയരാകൂ. ബാബയുടെ
വരദാനങ്ങളെ സ്മരിച്ചുകൊണ്ട് മുഴുവൻ ദിവസവും ലോകപ്രിയരായിരിക്കാൻ ഞാൻ ആരോടൊപ്പമൊക്കെ ഇടപഴകുന്നു, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, അവരാര് തന്നെയാണെങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നുകൊണ്ട് മുഴുവൻ ദിവസത്തെ പാർട്ട് അഭിനയിച്ച് ഇഷ്ടദേവ ദേവീ സ്വരൂപത്തിൽ മുഴുവൻ ദിവസവും ബാബയുടെ കുട്ടിയായി തന്നെ, ദൈവത്തിൻ്റെ കുട്ടി, ദേവതാ സ്വരൂപത്തിൽ തന്നെ നിലകൊള്ളും ബാബ ഞാൻ. അതല്ല എൻ്റെ ബാബ എനിക്ക് തന്നിരിക്കുന്ന ലക്ഷ്യം. ലക്ഷ്മി നാരായണനെ പോലെ മനുഷ്യനിൽ നിന്ന് ദേവത. ദൈവികതയോടെ നിലനിൽക്കും ബാബ. ഓം ശാന്തി.